എൻ്റെ വിഷമം മുഴുവൻ ഞാൻ പിരിഞ്ഞു പോയാൽ എൻ്റെ മകൻ ഒറ്റയ്ക്കാകുമല്ലോ എന്നുള്ളൊരൊറ്റ ഏക ചിന്തയായിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ചെറുപ്പത്തിൽ അച്ഛൻ അടി കൊണ്ടിട്ടുണ്ടോ അമ്മയുടെ? ഒന്നേ ഉള്ളെങ്കിലും ഒലയ്ക്ക് തല്ലണം എന്നുള്ള ധാരണ എന്റെ അനുഭവം കണ്ടിട്ടാണ് എഴുതി വെച്ചേക്കണേ. എന്റെ എല്ലാ തോന്നിയവാസത്തിനും ഞാനാണ് ലാസ്റ്റ് അവസാനം ഈ കല്യാണത്തിന് വരെ കൂട്ടുന്നത് അമ്മയാണ്. സത്യം, ഞാനും എന്റെ മകളും കൂടി ഗൂഢാലോചന നടത്തി അവളുടെ മനസ്സ് ഞാൻ പതുക്കെ 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 ഇളക്കിയെടുത്തു. അതിനകത്തു നിന്ന് ചകഞ്ഞു കിട്ടിയ വാക്കുകൾ ഇവന് പ്രയോഗിക്കാൻ പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കാശ് വേണോ എന്നൊക്കെ ഓരോരുത്തർ ഓളി ചോദിക്കണുണ്ട് എന്നോട്. ഇതാണ് ആശുപത്രിക്കാർ ആസ്റ്റർ മെഡിസിറ്റി എനിക്ക് അയച്ചേക്കണ ലെറ്റർ. 4,57,592 രൂപ ഇനി അവിടെ കൊടുക്കാൻ. ആ ഡേറ്റ് നോക്കുക, എത്രാം തീയതിയാണ് കൊടുക്കേണ്ടിയിരുന്നത്? 11/3 അല്ലേ? 11/3 കഴിഞ്ഞു. ഓക്കെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. അച്ചായന് ആതിരയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന് മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. സത്യത്തില് ആതിരയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലും എനിക്ക് മതിയാവില്ല മനുഷ്യ. അമ്മാതിരി അതൊന്ന് ഹഗ് ചെയ്തിട്ട് പറയാമോ? ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയാമോ? പിന്നെന്താ, ആതിരയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് മതിയാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നെ അതല്ലേ, ഒന്നുമല്ല എന്താണെന്ന് പോലും അറിയാത്ത ഒരാളിനോട് ഒരു സഹാനുഭൂതി സഹജീവിയോട് തോന്നിയിട്ട് കൈപിടിച്ച് കയറ്റിയ ഒരു മനസ്സുള്ള ആളിന് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവറായി പോകും. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രസ്സൊന്നും ഇല്ല, നല്ല ഡ്രസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 2 എടുത്തിട്ട് മതി എന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ, അത് മതി, നമ്മുടെ ബഡ്ജറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫിനാൻഷ്യൽ മന്ത്രിയാണ്. മറ്റേ ആതിര ഫാമിലി എങ്ങനെയാണ് ഫിനാൻഷ്യലി അത്യാവശ്യം സെറ്റിൽ? വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കമന്റ് ഇടുന്നവർക്ക് അടുത്ത കാര്യമായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. നല്ല വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. അപ്പൊ മറ്റേ എന്താ പറയാ, ഡ്രസ്സ് അപ്പൊ ഇതൊക്കെ എന്താണ് ഭയങ്കര ഷോർട്ടായിട്ട് ഇങ്ങനെ? അല്ല, പുള്ളിക്കാരത്തി ഇങ്ങോട്ട് വന്ന ഒരു എന്താ പറയാ സിറ്റുവേഷനിൽ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ വിവാഹത്തിന് ശേഷം നമ്മൾ ഒരു പുത്തൻ പെണ്ണും ചെറുക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുതിയത് ഇടണമല്ലോ. ഒരു കസ്റ്റം ഇല്ലാഞ്ഞിട്ടല്ല, ഇടണമല്ലോ, പുതിയത് തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് നമുക്ക് 2 വാങ്ങിക്കാം, എന്നാലല്ലേ എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറെ നാളെ വാങ്ങിച്ചിട്ട് തന്നെ ഇത് ഈ തൊപ്പി ഗിഫ്റ്റ് തന്ന സാധനം ഈ കിടക്കണം. എനിക്ക് ബർത്ത്ഡേക്ക് അവൻ ഗിഫ്റ്റ് തന്ന. അതല്ലാതെ ഞാൻ മാക്സിമം കറുത്ത ബനിയനുകൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതെ, കൂടുതലും വീഡിയോസിലൊക്കെ എപ്പോഴും കണ്ടേക്കുന്നത്. എനിക്ക് കറുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ കറുപ്പ് താ എനക്ക് പിടിച്ച കളറ്. മറ്റേ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇനി ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ലടോ, ശരിക്കും ഞാൻ ചിലരോട് ചില റിവഞ്ച് പോലെ മൂന്നാറെന്ന് പറയുന്ന അല്ലാണ്ട് ഈ അമ്മയെ വിട്ടിട്ട് അല്ലെങ്കിൽ എറണാകുളം വിട്ടിട്ടൊന്നും ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. എസ്പെഷ്യലി എൻ്റെ അമ്മച്ചീനെ ഈ സിറ്റുവേഷനിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയാലും ഊര് മൊത്തം ഇവിടെയാണോ? അതെ, തീർച്ചയായിട്ടും. അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട്. അതുപോലെ അച്ഛന് ഇപ്പൊ ഈ കമന്റിലൊക്കെ വരുന്ന പോലെ അച്ഛൻ ആ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തപ്പോ ആരെങ്കിലും എതിർത്തായിരുന്നോ വീട്ടില്? എതിർത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ എതിർപ്പുകളൊക്കെ പറഞ്ഞിരുന്നു. അവരോട് എന്താ പറഞ്ഞേ? വാടാ പുല്ലേന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടമാണ്. അത് ബോണ്ട് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു. ഞാൻ ഓർത്തി പെണ്ണിന് എന്തിന്റെ കേടാത്. അല്ല, ഈ വേറൊരു കാര്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു എടാ നിനക്ക് എന്താ വട്ടാണെന്നോ അങ്ങനെ വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ആരും കല്യാണം കഴിച്ചിട്ട് പിന്നെ എന്തായാലും മിണ്ടാൻ വന്നിട്ടില്ല. മാക്സിമം അതിന് മുമ്പാണ് ട്രൈ ചെയ്ത് നോക്കിയത് ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടി. എല്ലാം തട്ടി മാറ്റി അച്ചായനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ഇനി ഇവിടുന്ന് മുമ്പോട്ടുള്ള യാത്രകളിൽ ഒരുമിച്ചുണ്ടാവും. പറയുമ്പോ നോട്ടം നോക്കി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാതെ അത് കേൾക്കുന്നത്. ഈ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. അതായത് ആദ്യം തന്നെ ആതിരനോട് ചോദിക്കാം. ഓക്കെ, അച്ചായന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലും പരിപാടികളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും അച്ചായനോട് അസൂയ തോന്നിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വരൂ? ചോദ്യം മനസ്സിലായില്ല കുട്ടിക്ക്. അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അസൂയ തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ, അച്ചായൻ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ എപ്പോഴായിരിക്കും? അതുണ്ട്, ഇടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്. ഉണ്ടോ? അതെന്തിനാണ്? അപ്പം ആകെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ.
അല്ല ഞാനാണല്ലോ, എനിക്ക് മാറാൻ പറ്റില്ലല്ലോ. 2 മിനിറ്റ് ദേഷ്യപ്പെടും, പിന്നെ വന്ന് ചിരിച്ചോണ്ടിരിക്കും. 2 മിനിറ്റ് ദേഷ്യപ്പെടും, പിന്നെ ഒന്ന് ചിരിച്ചോണ്ടിരിക്കും. ഈ ഫോൺ പരസ്പരം കൈമാറി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? അച്ഛൻ പറ. ഇൻസ്റ്റഗ്രാം. ആദ്യം ഞാൻ നോക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലേ? അല്ല ആളല്ല. എങ്ങനെ സാധിക്കുന്നത്? ഞാനതൊക്കെ ചോദിച്ചു. എവിടെ സ്ഥലം? ആലുവ തന്നെ. ഞാനിനി എന്തെങ്കിലും ഇല്ല, എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. എന്തോ ആവശ്യമിരിക്കണമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റയർലി ഡിഫറെന്റ്. നേരെ ഓപ്പോസിറ്റ്. ഇനിയിപ്പോ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യണുണ്ടല്ലോ. അപ്പൊ ഒരുമിച്ചല്ലേ നിങ്ങൾ ഉണ്ടാവുക? PC ഒക്കെ കൊണ്ടു തന്ന എനിക്ക് തൊപ്പി PC സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. റൂം വന്ന് ചെക്കന്മാരെ വന്ന് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പല ലൈവുകളും മാറ്റി വെച്ചിരിക്കുക, മറുപടി വീഡിയോകളും മറ്റും പലതൊക്കെ മാറ്റി വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. അച്ചായനെ കാണുമ്പോ ആദ്യം ഓർമ്മ വരുന്നൊരു സോങ് ഏതാണ്? വേണമെങ്കിൽ പാടിക്കോ, കുഴപ്പമില്ല. അതായത് പറ, ഏതാണ് അച്ചായനെ കാണുമ്പോ മനസ്സിൽ വരുന്നൊരു, ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ അച്ചായൻ നടന്നു വരികയാണ്, ഏതാണ് ആ പാട്ട്? ഇൻസ്റ്റാഗ്രാമിലിടയ്ക്ക് സ്റ്റാറ്റസ് ഇടൂല ഒരു പാട്ട് വെച്ചിട്ട്. അതേതാണ് അച്ചായൻ? അതേതാണ് അച്ചായൻ? வாழ்க்கை என்பது അത് ഞാൻ എപ്പോഴും സ്റ്റോറി ഇടുന്നേ. അല്ല, ഞാൻ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ദേശീയഗാനാണോ ഇപ്പോഴും സ്റ്റാറ്റസ്? അതുപോലെ തന്നെ ആദ്യം ഇട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു ഡ്രസ്സ് ഏതാണ്? എനിക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും സന്തോഷം തന്നെ. അതിപ്പം കോസ്റ്റ്യൂം നോർമൽ നാടൻ എനിക്ക് പക്കായിട്ട് ചേരും. പിന്നെ വെസ്റ്റേൺ ആണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അന്ന് നാടൻ ഇടുമ്പോഴത്തേക്ക് തന്നെ ബ്ലൗസിന് കൈയില്ല, വെക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇതുവരെ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇട്ടോടോ, ഞാനല്ലേ പറയണേ, ധൈര്യമായിട്ട്. അങ്ങനെ അത് ഇട്ടപ്പോഴത്തേക്കാണ് ഒരു വെസ്റ്റേൺ നാടൻ ബ്ലണ്ടറിങ് വന്നു. സംഭവം എന്തിട്ടാലും ഓക്കെയാണ്. ഓക്കെ, പിന്നെ ആളെ സുന്ദരിയല്ലേ, എന്തിട്ടാലും എന്ത്. അതെ, പിന്നെ അല്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഇനി ഒരു കാര്യം കൂടി, അച്ചായനെയും കൊണ്ട് അല്ലെങ്കിൽ ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാ? പറഞ്ഞു, അത് നടക്കും. പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ നടക്കും. ഇവിടെ ഞാൻ കേരളത്തിന്റെ മാപ്പിൽ ആലുവ മാത്രമുള്ളൂ വിചാരിച്ചിരിക്കുന്ന ആളാന്ന് തോന്നുന്നുണ്ടാ. മൂന്നാർ പോകണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഈ മൂന്നാറിലുള്ള റിസോർട്ടിലുള്ള ആരെങ്കിലും കാണുന്നെങ്കിൽ ഒരു കൊളാബ് തരാൻ നോക്കിക്കോളൂ. ഞങ്ങൾ രണ്ടാളും കൂടി ബിസിനസ് കൊളാബ് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും വരും. അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നല്ല പ്രൊമോഷൻ ചെയ്ത്. സന്തോഷമുള്ള കുടുംബ ജീവിതത്തിന് ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ചായ? ദൈവമേ, നേരത്തെ ഇല്ല, ഇപ്പൊ പറഞ്ഞോ. സന്തോഷമുള്ള അറിയട്ടെ. സന്തോഷമുള്ള കുടുംബജീവിതത്തിന് 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? എന്താന്ന് വെച്ചാല്, ഒന്ന് വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടായിരിക്കണം. സത്യസന്ധത ഉണ്ടായിരിക്കണം രണ്ടുപേരുടെ ഭാഗത്ത്. പിന്നെ ക്ഷമിക്കാനുള്ളൊരു കഴിവ്, ക്ഷമ വേണം. അണ്ടർസ്റ്റാൻഡിങ്. ഒറ്റ വിട്ട് ഈ 3 കാര്യങ്ങളിൽ അച്ചായന് എന്തൊക്കെ ഇല്ലാത്ത? ധൈര്യമായിട്ട് പറഞ്ഞു. സത്യസന്ധത ഉണ്ടോ? സത്യസന്ധത ഉണ്ട്. വിശ്വാസമുണ്ട്. ക്ഷമയുണ്ട്. അത്യാവശ്യം ക്ഷമയുണ്ട്. ഇച്ചിരി തേക്കപ്പെട്ടാക്ക്, ഇച്ചിരി വയ്പപ്പെട്ടാക്കെന്ന് പറഞ്ഞ പോലെ. ഓക്കെ, വരും. കുഴപ്പമില്ല, ഇത്രയും മതി. എന്തായാലും വളരെ സന്തോഷമായിട്ട് ഇനി മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും ഇപ്പൊ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇപ്പൊ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇങ്ങനെ കുറിച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസം അപ്ഡേഷൻസ് നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കാറുണ്ട്. കുറെ നാളും ഇങ്ങനെ കത്തി നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ചാളത്തേക്ക് ആളെ കാണാണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഒരു ഫോണിലൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പിന്നെ കാണുന്നത് പ്രഭാതം പൊട്ടിവിടുന്നത് പോലെ ഒരു വരവായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ട്രെൻഡ് ആയിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെ തൊട്ടിട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരുടെ വിഷസ് ഒക്കെ വരുന്നുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഫാൻസ് ആൻഡ് ഫോളോവേഴ്സിന്റെ ഒത്തിരി. ഈ തെരുവിളിയുടെ ഒപ്പം തന്നെ ഒരു സൈഡിൽ നല്ല വിഷസും. എല്ലാവർക്കും ഞാൻ ശരിക്കും തിരിച്ച് മറുപടി പറയാറുണ്ട്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അച്ഛാ, ഇപ്പൊ ഈ വരുന്ന കമന്റുകളിൽ നമുക്ക് ഇപ്പൊ വായിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഒരു മനസ്സിൽ വിഷമം ഉണ്ടാക്കിയ കുറെ കമന്റുകളുണ്ട്. അതിലൊരു കമന്റിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ പെർമിഷനോടുകൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾ കമന്റുകളൊക്കെ വായിക്കാറുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ്. അതായത് അതിന് ഒരു കമന്റ് ഉണ്ടായിരുന്നു, അച്ചായന്
ഇപ്പോൾ എന്താ പറയുക 40-45 വയസ്സുള്ള കിളവനാണ്, പുള്ളി ചിലപ്പോൾ എത്രയും പെട്ടെന്ന് തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ആതിര കല്യാണം കഴിച്ചത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചായൻ പോയല്ലോ, ഇവിടെ സുഖമായിട്ട് ജീവിക്കുക, ഇതൊക്കെയാണ് കമന്റിൽ വന്നത്. ഇങ്ങനെയുള്ള കമന്റ് കണ്ടിട്ട് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ അച്ചായൻ മറുപടി കൊടുത്താലും മതി. ആതിര തന്നെ പറയട്ടെ. അന്ന് ആതിര പറയും എന്താണ്. നമ്മൾക്ക് നമ്മുടെ ഇന്നയാൾക്ക് ഇത്ര ഗ്യാരണ്ടീനൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകണ വഴിക്ക് എത്രയോ പേര് ആക്സിഡന്റിൽ വധു മരിച്ചു അല്ലെങ്കിൽ വരൻ മരിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ? അല്ലല്ലോ, ഇറ്റ്സ് ഹാപ്പൻസ്. അതുപോലെ ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മണിക്കൂർ സന്തോഷമായിട്ട് ജീവിക്കുക, ഇഷ്ടപ്പെട്ട ആളുടെ കൂട്ടത്തില് കഷ്ടപ്പാടില്ലാണ്ട് ജീവിക്കുക. അതാണ് അച്ചായന്റെ വചനങ്ങളാണ് ഞാൻ എഴുതി ചേർക്കുന്നത്. അതിനകത്ത് ഇപ്പൊ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നതായിരിക്കും എഴുതി തീരണവും മരിച്ചു പോണത്. അത് തന്നെ ഈ കവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഓക്കെ, അച്ഛാ ഞാനൊരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരസ്പരം ഹാപ്പി ആകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കൂടുതൽ പാചകത്തിലുള്ള ഹെൽപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. ആ കറി എങ്ങാനും അബദ്ധത്തിൽ നന്നായ ഞാൻ അൺഹാപ്പിയാ. പിന്നെ ഇത് ഉണ്ടാക്കാൻ പറയും. പാചകം ചെയ്യിക്കാറുണ്ടോ അച്ഛനെ കൊണ്ട്? ആണോ? അച്ചായൻ ഉണ്ടാക്കി തന്നെ എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം? മീൻകറി. അച്ചായൻ തന്നെ പറഞ്ഞു. അതിൽ ആതിര ഉണ്ടാക്കി തരുന്ന എന്ത് ഫുഡാണ് അച്ചായൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആതിര ഉണ്ടാക്കി തരുന്നതല്ല, ആതിര സെർവ് ചെയ്യണതാണ് ബെസ്റ്റ്. ആണോ? ഓസം. വളരെ സ്നേഹത്തോടെ. അയ്യോ എന്റെ പൊന്നുപോലെ, അത് എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ കിട്ടാത്തൊരു സാധനം. സെർവ് ചെയ്യണമെങ്കിൽ ഇവള് ചെയ്യണ പോലെ ചെയ്യണം. ഓക്കെ, എന്തായാലും നമുക്ക് അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാം. തീർച്ചയായിട്ടും. അപ്പൊ കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം സഹിച്ചിട്ടുണ്ടോ? ത്യാഗോ? എന്തെങ്കിലും? ഞാൻ ഇവിടുന്ന് സമയമില്ലാത്ത സമയത്ത് ഇവിടുന്ന് അവിടെ വരെ വണ്ടി ഓടിച്ച് ത്യാഗം സഹിച്ചു. 10:30 അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര മടിയനാണ്. സ്വന്തം കല്യാണത്തിന് അന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് വളരെ ലേറ്റ് ആയിരുന്നു. ഒരു സാമാനം എടുക്കണം, അതായത് ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ടില്ല, ഒന്നും എടുക്കാണ്ട് ഇവിടുന്ന് ഒറ്റ വിടലങ്ങ് വിട്ടിട്ട് അവിടെ ശരത്ത് ഉണ്ടായിരുന്നു. മറ്റന്മാര് വണ്ടിയിൽ മറ്റേ ഫോർച്യൂണറിലുണ്ടായിരുന്നു. അപ്പം ത്യാഗം അതായിരുന്നു. അടുത്തത്, എനിക്ക് സാധിച്ചു തരണം എന്ന് തോന്നിയേക്കുന്ന എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അച്ചായ? ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇല്ലേടോ. ഇപ്പൊ ഞാൻ സ്ട്രഗിളിങ്ങിലാണ്. ഒരു നല്ല ജീവിതാന്തസ്സിലേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അതായത് ഞാൻ മനസ്സിൽ നേരത്തെ തന്നെ കെട്ടി പൊക്കി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലേക്ക് വലത് കാല് വെച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ ചീത്തപ്പേരൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണുണ്ടല്ലോ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്യാഷ് മേടിച്ചിട്ട് അടിച്ചു വിളിക്കുന്നവൻ, കല്യാണം കഴിച്ചവൻ എന്നൊക്കെയുള്ള ആ ഒരു പേര് ദോഷത്തിനപ്പുറത്തേക്ക് സ്വന്തം നിലനിൽപ്പും സ്വന്തം കാലം നിൽക്കാനും പറ്റുന്ന രീതിയിലേക്ക് ഒരു ദിവസം എനിക്ക് ഉണ്ടാകും. അന്ന് ഞങ്ങൾ അത്രയ്ക്കും ഹാപ്പി ആയിരിക്കും അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ പരസ്പരം ഇഷ്ടപ്പെടാനുണ്ടായ ആ ഒരു ഫസ്റ്റ് ആ ഒരു തീരുമാനത്തിനിടയിൽ ഫസ്റ്റ് മനസ്സിൽ വന്ന കാര്യം എന്താണ്? അതിൽ പറ. എന്തായിരുന്നു അത്? ആ ഒരു തീരുമാനം വന്നു ഫസ്റ്റ് ഇഷ്ടപ്പെടാൻ നേരത്ത് ഫസ്റ്റ് മനസ്സിൽ വന്നത് എന്താണ്? പറയാ. സാധാരണ ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ ആ ആളിന്റെ പേര് വിളിക്കണമല്ലോ. ഇയാളുടെ പേര് തന്നെ ഞാൻ വിളിക്കണമല്ലോ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി കണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന സമയത്തിന് ഞാൻ ഇങ്ങേരുടെ പേരിന് പകരം വിളിച്ചത് വേറൊരാളുടെ പേരായിട്ട് കൂടി തന്നെ. അതായത് എനിക്ക് ബോധമില്ലേ, ഞാൻ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് അയാളിനോട് പറയുകയാണ് കാര്യങ്ങൾ, പക്ഷെ കേൾക്കുന്ന ഇയാളാണ്. പേര് മാറിപ്പോയി, ആളും മാറിപ്പോയി, മനുഷ്യ ആളും മാറിപ്പോയി. ഞാൻ പക്ഷെ എൻ്റെ ഉള്ളിലും കണ്ണിലും ഒക്കെ ആളായിട്ടാണ് കണ്ടേക്കണേ. അയ്യോ, എന്നിട്ട് അതിനെ ബാക്കി പറ. ഇപ്പൊ കേക്ക അച്ഛന്റെ ഷർട്ട് ദൂരി പരിശോധിക്കണം, എവിടെ കാണണം. അപ്പൊ എങ്ങനെ എടുത്ത്? അല്ല, അത് പോസിറ്റീവായിട്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് ബോധമുണ്ടല്ലോ, എനിക്കല്ലേ ബോധമില്ലാതുള്ളൂ. ഓക്കെ, പല്ലൊക്കെ കടിച്ചത് ബോധം വരട്ടെ, കാണിച്ചു തരാം അതൊക്കെ. എന്തായാലും ഓക്കെ, എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും. നന്നായിരിക്കട്ടെ, എപ്പോഴും ഇങ്ങനെ തന്നെ വളരെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. എന്തായാലും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ള ചുറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മറക്കുക. ഒരുപാട് സ്ട്രഗിൾ കേട്ടിട്ടുണ്ട് ലൈഫിൽ. ആ സ്ട്രഗിളിനെല്ലാം ഇപ്പൊ നമ്മളെന്താ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരും നമ്മളെല്ലാരും പറയാം. കൂടുതൽ ഒരു കാര്യം കൂടി പറയാം,
നമ്മൾ എന്തിനാണോ അധികമായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സാധനം നമ്മളിലേക്ക് എത്തും എന്ന് പറയില്ലേ, അത് എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു തന്നെ. എടാ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് ഒരു മരുമകൾ വേണം, അല്ലെങ്കിൽ ഒരു മോള് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ദൈവം എൻ്റെ അടുക്കിലേക്ക് കൊണ്ടെത്തുന്നത്. എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അമ്മയുടെ കട്ടിലേക്കാണ്, കട്ടിൻ്റെ അടുത്തേക്കാണ് എത്തിച്ചേക്കുന്നത്. അപ്പോൾ അതൊരു ട്രൂ വേർഡാണ്. നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും. എത്തിച്ചേർന്നു. ഓക്കെ, അച്ഛൻ റൊമാൻറ്റിക് ആണോ? പറഞ്ഞോ, അത്ര റൊമാൻറ്റിക് ഒന്നും അല്ല. എനിക്ക് റൊമാൻറ്റിക് അല്ലെന്ന് പറഞ്ഞ് ട്രോൾ തുടങ്ങും. ഇച്ചിരി കൂട്ടി പറഞ്ഞോ, മാക്സിമം പറഞ്ഞോ. സ്നേഹം വരുമ്പോ കൊഞ്ചിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും. എന്താ ചോദിക്കണേ ഞാൻ നിന്നോട്? ഞാൻ എന്താ ചോദിക്കണേ? ഞാനൊരു ചോദ്യം ചോദിക്കണല്ലോ. എന്താ ചോദിക്കണേ? എന്താ പറഞ്ഞേ? ഇത് കണ്ടുപിടിക്കുന്ന പിള്ളേരൊക്കെ എന്താ പറഞ്ഞേ? പറഞ്ഞു അച്ചാച്ചന്റെ പൊന്നാരാന്ന്. അച്ചാച്ചന്റെ പൊന്നാരാന്ന് ഇങ്ങനെ തന്നെ ഈ ട്രോള് മേടിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ഒപ്പിച്ചു നോക്കിയാണ്. അച്ചാച്ചന്റെ പൊന്നാരാന്നാ. അപ്പൊ ഇവിടെ എന്താ പറയാ ചോദിക്കും? എന്താ പറയണേ? ചാക്കി കൊത്ത ചാക്കി എന്ത് പറയാനാ? അച്ചാച്ചന്റെ പൊന്നാരാ? എന്തായാലും അച്ഛാ, ആതിരനെ കാണുമ്പോ പാടിക്കൊടുക്കാൻ തോന്നുന്ന ഒരു പാട്ടൊന്നും പാടിക്കും. വേണ്ടടോ, അതൊന്നും വേണ്ട. അല്ലാണ്ട് തന്നെ ഫുൾ മൂടാ. ഓക്കെ, അച്ഛന്റെ മനസ്സിൽ വരുന്നൊരു പാട്ട് ഏതായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ നമ്പർ 1 പാട്ട് കൂടമേലെ കൂടെ വെച്ച് കൂടല്ലൂര് പോണവളെ. എല്ലാം വേറെ ലെവലിൽ കൂടിയാണ് പോയേക്കുന്നത്. കൂടെ തന്നു വിടാനുള്ള പരിപാടിയാണ്. കൂടമേലെ കൂടെ വെച്ച് കൂടല്ലൂര് പോണവളെ. ഓക്കെ, ഇനിയാണ് ചരിത്ര പ്രസിദ്ധമായ ആ നിമിഷത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. അച്ചായ, വിവാദം ഉണ്ടായതും ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ചെറിയൊരു ലിപ് കിസ്. അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് അച്ഛനെ കയ്യൊക്കെ ഉണ്ടാക്കണം. ഇത് ചോദിക്കേണ്ടത് നമ്മളല്ലാതായി മാറുകയാണ്. നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ ലൈറ്റുകളും കുടകളും ഒന്നും മനസ്സിൽ കാണാണ്ട് ഈ അച്ചായൻ എന്ന് പറയുന്ന എന്താ പറയാ കാണപ്പെട്ട ദൈവം ഒരു ഉമ്മ കൊടുക്കാനാണ് ഇത്രയും വലിയ ഇൻട്രോ. എടോ മറ്റേ അവിടെ ഇവിടെ ഒന്നും അല്ല, ഇത് ലിപ്പ് കിസാ പറയണം നിങ്ങൾ. അപ്പൊ എന്തായാലും നമ്മൾ പെട്ടുപോയി. ലിപ്പ് കിസ് തരുമോ? അതെ, അമ്പലത്തിൽ വെച്ച് ഞാൻ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഇവിടെ ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ ടൈറ്റാനിക്കിലെ റോസിൻ ജാക്കാവൊന്നും വേണ്ട, ഒരു കുഞ്ഞുമ്മ കൊടുത്താൽ മതി. അത്രേ മതിയാ? പിന്നല്ലേ. എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇത് കാണാമല്ലോ. ഞാനിന്ന് ഉച്ചക്ക് കൂടെ കഴിച്ചിട്ടില്ല. ഓക്കെ, ഹാപ്പി ആയല്ലോ അച്ഛാ? ഓക്കെ, അപ്പൊ എന്തായാലും എന്താ ഞാനൊരു പോട്ടെ, എന്ത് പറയണ്ടല്ലോ. അല്ല, ഇതേ നീ ഹാപ്പി അല്ലേ ശരിക്കും? അല്ലേ? ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടിട്ട് എന്താ ഫീൽ ചെയ്യണേ ലൈഫിൽ? ഇതിനു മുമ്പ് ലൈഫിലേക്ക് വന്നിട്ട് എന്താ തോന്നുന്നു? അല്ല, എൻ്റെ കൂടുതൽ പുറത്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രാത്രി ലേറ്റ് നൈറ്റ് ഒരു കോഫി എനിക്ക് ശീലമുണ്ട്, കൂട്ടത്തിൽ കൊണ്ടുപോകാറുണ്ട്. കുറച്ച് ഡ്രൈവ് പോകും. ഡ്രൈവ് പോകുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ച് ദൂരത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഒച്ചത്തിലൊന്നും അല്ലെങ്കിലും കണ്ണിനിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുമായിരുന്നു നേരത്തെ. അപ്പോഴൊക്കെ അതിങ്ങനെ വൈപ്പ് ചെയ്ത് എൻ്റെ കൂട്ടത്തിലിരിക്കും. ഭയങ്കര ഭയങ്കര സംഭവം കേട്ടോ. ഒരാളങ്ങനെ സ്ട്രോങ് കല്ലിൽ കൊത്തി വെച്ചിരുന്നതിനെ എടുത്തിങ്ങനെ നൈസായിട്ട് തൂത്ത് കളയണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെ, അത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. മറ്റു പലർക്കും ഈസി ആയിരിക്കും, പക്ഷെ ഇത് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് എന്താ ഫീൽ ചെയ്യണമെന്ന് ചോദ്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. എന്തേ ഞാൻ നേരത്തെ വന്നില്ല എന്നൊരു തോന്നല് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നില്ല. കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ വന്നേ. ഓക്കെ, എന്തായാലും അച്ഛാ
ഹാപ്പി ആണല്ലോ? സൂപ്പർ ഹാപ്പി. അപ്പൊ ഇതാണ് നമ്മുടെ അച്ചായന്റെ അമ്മ, നമ്മുടെ എല്ലാവരുടെയും അമ്മ, നമ്മുടെ സ്വന്തം തങ്കുക്കുട്ടി തങ്കമ്മ ജോസ്. തങ്കമ്മ ജോസഫ്. അതെ. എങ്ങനെയുണ്ട് ഇപ്പോ ഹെൽത്ത് ഒക്കെ ഓക്കെ ഇല്ലേ അമ്മ? കുറേശ്ശെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. പുതിയൊരു മരുമോള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പുതിയതാ മരുമോള് നേരത്തെ പരിചയമുണ്ടല്ലേ? ഓക്കെ. എനിക്ക് സ്വന്തമായിട്ട് ദൈവം നേരത്തെ കണ്ടുവച്ചിരുന്നതാണ്. ഓക്കെ. എന്താണ് മോളെ കുറിച്ച് പറയാനുള്ളത്? മോളെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലത് മാത്രമേ ഉള്ളൂ. ഈ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഇല്ലാത്ത എല്ലാ യോഗ്യതകളും അവൾക്കുണ്ട്. ഉണ്ട്. അടിപൊളി, മിടുക്കി കുട്ടി. ഒരു മിനിറ്റ്, നല്ലത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. മോനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മോനെ ചിലപ്പോ കുശുമ്പുണ്ടാകും ഞങ്ങളുടെ സ്നേഹം കാണുമ്പോ. ആണോ അച്ഛാ? ഓക്കെ. ഉണ്ട്, നല്ല കുശുമ്പ് ഉണ്ടാവാറുണ്ട്. കുശുമ്പുണ്ടാകാറുണ്ട്. എനിക്ക് ഇവള് എപ്പോഴും എന്റെ അടുക്ക ഇരിക്കണമെന്ന എന്റെ ചിന്ത. എപ്പോഴും അച്ഛനെ സമ്മതിക്കില്ലേ? ഞാൻ ഇടയ്ക്ക് വിളിച്ചോണ്ട് പോവും. അമ്പടാ, ഇങ്ങനെയൊക്കെ നടക്കണ്ട് ഈ വീട്ടില്. ഇതൊന്നും പുറത്താരും അറിയുന്നില്ല. ഇല്ല, പറയാൻ പറ്റുമോ നമുക്ക്? അത് തന്നെ, എന്ത് മനുഷ്യനാ നോക്കണേ. മീഡിയയിലായതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു തന്നെ. ഇത് പുറത്തു പറയാൻ പറ്റുമോ? മീഡിയയിലായതുകൊണ്ട് പറഞ്ഞാണ്. ശരി, ആരും കേട്ടിട്ടില്ല. ഇല്ല, ആരും അറിയരുത്. ആരും അറിയില്ല. അച്ചായൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു സ്വഭാവം? എന്റെ മാതാവേ, പോരട്ടെ, ഇതുപോലെ ഒരു നല്ല കൊച്ച്, ഇതുപോലൊരു നല്ല കൊച്ചി ആർക്കും ഉണ്ടായിട്ടില്ല വേറെ. ആ പറച്ചില്ല തന്നെ അമ്മ എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്റെ പൊന്നു മകനെ തമ്പുരാൻ തന്നത് ഞാൻ കാക്കക്കേടും പരുന്തക്കേടും ഇല്ലാതെ വളർത്തി ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുമ്പിൽ നല്ലൊരു മകനായിട്ട് അവതരിപ്പിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതാണ്. ചെറുപ്പത്തിലെ കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു? അയ്യോ, ഭയങ്കര കുറുമ്പ്. ഒറ്റക്കിട്ട് ഒരു ആനയെ വളർത്തും പോലെ ഒരു മുറിയിലിട്ട് കൂട്ടി ഞാൻ വളർത്തിയ മകനാണ്. ആണോ അച്ചായ? ആ ഒരു ഉപമ കണ്ട, ഒരു ആനയെ വളർത്തുന്ന പോലെ ഒരു ആനക്കുട്ടിയെ വളർത്തുന്ന. ഞാൻ പറയാണ്, ഇപ്പൊ എനിക്ക് നെയ്യപ്പം പൊറോട്ട ഇറച്ചിയും വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഡ്രസ് മാറി ബസ്സിൽ കയറി ചേർത്തല കൊണ്ടുപോയി ഇത് മേടിച്ചു കൊടുത്ത് കഴിച്ചെങ്കിലേ വീട്ടിൽ വന്നിരിക്കുള്ളൂ. ഓ, അങ്ങനെയാണ് ചെറുപ്പത്തിൽ വളർന്നു വന്നത്. 10 കൊല്ലം ഓളിമ സ്കൂളിൽ പഠിച്ചെങ്കിലും 10 കൊല്ലം ഞങ്ങൾ ആദ്യത്തെ അറ്റൻഡൻസ് വെക്കേണ്ടത് അപ്പനും അമ്മയും. അടിപൊളി. സ്കൂളിൽ എന്നെക്കാൾ കൂടുതൽ അറ്റൻഡൻസ് അപ്പനമ്മയ്ക്കായിരുന്നു. എപ്പോഴും ഉണ്ടാവില്ല അവിടെ? ഞങ്ങളുണ്ടാകും. ഞങ്ങൾക്ക് ഇതൊന്നല്ലേ ഉള്ളു മേനെ. മതിയല്ലോ, എന്തിനധികം? ഒരെണ്ണം മതി. ഇപ്പൊ എത്രയോ പേര് എന്നോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു മകനെ തന്ന ദൈവം എത്ര ഭാഗ്യവൻ, അമ്മയ്ക്ക് ഇത്ര നല്ലൊരു മകനെ കിട്ടിയില്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. നല്ല മകനും കിട്ടി, നല്ലൊരു മരുമോളെയും കിട്ടി. അത് ദൈവം എനിക്ക് തന്നതാണ്, ഇട്ട് തന്നതാണ്. എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വരുത്തി വെച്ചും എനിക്കിത് എന്നെ ദൂതനായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ആക്കി തന്നതാണ്. ഒരു കാര്യട്ടെ, ചെറുപ്പത്തിൽ അച്ഛൻ അടി കൊണ്ടിട്ടുണ്ടോ അമ്മയുടെ? എന്റെ പൊന്നോ, ഉള്ളെങ്കിൽ ഒലയ്ക്ക് തല്ലണം എന്നുള്ള ധാരണ എന്റെ അനുഭവം കണ്ടിട്ടാ എഴുതി വെച്ചേക്കണേ. കൊടുത്തിട്ടുണ്ട്. ചാച്ചൻ വിട്ടുകൊടുക്കല്ലോ. ചാച്ചൻ ഭയങ്കര ഇതായിരുന്നു, കർശനക്കാരനായിരുന്നു. എന്റെ എല്ലാ തോന്നിയവാസത്തിനും ഞാനാണ് എല്ലാ തോന്നിയവാസം. ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള ഇത് ഞാനാണ് കൂട്ടു നിന്നിരിക്കുന്നത്. അടിപൊളി. ഇപ്പൊ ലാസ്റ്റ് അവസാനം കല്യാണത്തിന് വരെ കൂട്ടുന്ന അമ്മയാണ്. അല്ല, ഇവനറിഞ്ഞില്ലല്ലോ. അവനറിഞ്ഞില്ലല്ലോ. സത്യം, ഞാനും എന്റെ മകളും കൂടി ഗൂഢാലോചന നടത്തി ഒരു കല്യാണം ആദ്യമായിട്ടായിരിക്കും, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗൂഢാലോചന നടത്തി. അപ്പൊ എനിക്ക് തുറന്നൊന്നും ചോദിക്കാൻ പറ്റിയല്ല. ഇവളോടൊരു പെണ്ണ് നമ്മളെ വീട്ടിൽ വന്നപ്പോ നമ്മൾ ഇന്നതുപോലെയാണെന്ന് പറയണത് ശരിയാണ്? അവളുടെ മനസ്സ് ഞാൻ പതുക്കെ 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 ഇളക്കിയെടുത്ത്. അടിപൊളി. അന്നേരത്തേക്ക് അതിനകത്തു നിന്ന് ചകഞ്ഞ് കിട്ടിയ വാക്കുകൾ ഇവന് പ്രയോഗിക്കാൻ പറഞ്ഞു. അമ്പടാ, ഇവിടെ ഫുള്ള് സെറ്റാക്കിയത് അമ്മയാണ്. പഠിപ്പിച്ചു കൊടുത്ത് ഒന്നും അറിയാത്ത നിഷ്കളങ്കന പറഞ്ഞു. അച്ഛൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോ ഒരുപാട് അച്ഛൻ പുറത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് അച്ഛൻ നേരെടുത്ത് ഈ മെഡിസിന്റെ വില. അതെ, ഞാൻ അത് പറയാൻ കാര്യം ബ്രോ, നമുക്ക് ഈ കമന്റില് അമ്മയ്ക്ക് കിട്ടിയ ഫണ്ടിനകത്ത് നിന്ന് പുട്ടടിച്ചില്ലേ, ഗോവ പോയില്ലേ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലേ, വീട് വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയുന്നത് 15 ദിവസത്തേക്ക് മാത്രം
കഴിക്കുന്ന ഒരു ഗുളികയുടെ വിലയാണ് 15,500 രൂപ. 15,500 രൂപയാണ് ഈ മെഡിസിന്റെ വില. ബ്രോ നോക്ക്, 9 ഇത് എത്ര നേരം കഴിക്കുന്നത്? ഇത് രാവിലെ വൈകുന്നേരം ഇത് എത്ര ദിവസത്തേക്കുള്ള? 15 ദിവസത്തേക്ക്. 15 ദിവസത്തേക്കാണ് 15,000 രൂപ. 15,500 രൂപ. പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രോട്ടീൻ പൗഡറും കൂടി ഉണ്ട്, അതിന് കൂട്ടുമ്പോൾ 16,600 രൂപ. ഇതേപോലത്തെ ഒരുപാട് പിന്നെ 9 മരുന്നുകൾ വേറെ ഉണ്ട്. അതിനൊക്കെ വില ഈ 15,000 ഇല്ലെന്നുള്ളൊരു 7,000 8,000 അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളെല്ലാം. ഈ സാധനം ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. അതിന്റെ എഫക്റ്റ് ആണ് നമുക്ക് ഉള്ളത്. പിന്നത്തെ മരുന്നുകൾ കൃത്യമായിട്ടും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ആരും ഒരു സഹായത്തിനും ഇപ്പം ഇല്ല, ഞാൻ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദയവ് ചെയ്ത് കമൻറ്റ് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, പിന്നെ എക്സ്പെഷ്യലി ആശുപത്രിയിൽ എനിക്ക് കാശ് വേണോ എന്നൊക്കെ ഓരോരുത്തർ ഓളി ചോദിക്കണുണ്ട് എന്നോട്. ബ്രോ, ഇതാണ് ആശുപത്രിക്കാർ ആസ്റ്റർ മെഡിസിറ്റി എനിക്ക് അയച്ചേക്കണ ലെറ്റർ. കാര്യം അവർക്ക് ഞാൻ 4,57,592 രൂപ കൊടുക്കാമെന്ന് പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. ബാലൻസ് എമൗണ്ട് നമ്മുടെ ഉണ്ടായിരുന്നു കൊടുത്തിട്ട് പോകും. ഇപ്പോൾ ഈ 4,57,000 രൂപ കൊടുത്ത് വേണ്ടിയിട്ടാണ് എനിക്ക് ഫൈനൽ ബില്ല് അവിടെ നിന്ന് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡീല് ക്ലിയർ ചെയ്യാനായിട്ട്. ഇതൊന്ന് നോക്ക്. ഇത് ഞാൻ തള്ളോ തമാശയായിട്ടൊന്നും പറഞ്ഞല്ല. 4,57,592 രൂപ ഇനി അവിടെ കൊടുക്കാൻ. ആ ഡേറ്റ് നോക്കുക, എത്രാം തീയതിയാണ് കൊടുക്കേണ്ടിയിരുന്നത്? 11/3 അല്ലേ? അതാണ് സമയം പറഞ്ഞേക്കുന്നത്. അതെ, 11/3 കഴിഞ്ഞു. ഓക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇതൊക്കെ ഞാൻ ഇതുപോലൊരു ഇന്റർവ്യൂവിൽ എടുത്ത് പറയണം എന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിരുന്ന കാര്യമല്ല. ഇത്രേ ഉള്ളൂ, അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു മകൻ ഏത് അറ്റം വരെയും പോകും. മകനായാലും ഇനിയും പോകും. ഇപ്പൊ ഇവരെല്ലാവരും ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഇനി നീ കരഞ്ഞുകൊണ്ട് കൈനീട്ട് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ വരും. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ജീവിക്കുന്നത് എൻ്റെ രീതിക്ക് ഞാൻ പോകും. അത് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ ബ്രോ. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയുണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക്. എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനല്ലാണ്ട് പിന്നെ ഈ നോക്കിക്കണോ ചെയ്യുമോ? ഇല്ലല്ലോ, ഞാൻ ഇറങ്ങി വരും. ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ ചോദിക്കാനായിട്ട് വരത്തൊന്നുമില്ല. ഞാൻ അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് ക്ലിക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ദൈവം തമ്മിൽ എന്നെ കൊണ്ടെത്തിക്കണം. എന്തായാലും ഇപ്പൊ വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് ഇപ്പൊ ഈ വീട്ടില്. എന്തായാലും അമ്മ ഹാപ്പി അല്ലേ? എന്തായാലും അസുഖം എല്ലാം മാറി. എനിക്കും ഇന്ന് മരിച്ചാല് ഞാൻ റെഡിയാണ്. എന്റെ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്ത്. എന്റെ വിഷമം മുഴുവൻ ഞാൻ പിരിഞ്ഞു പോയാൽ എന്റെ മകൻ ഒറ്റയ്ക്കാകുമല്ലോ എന്നുള്ളൊരൊറ്റ ചിന്തയായിരുന്നു. പിന്നെ ശരിക്കും അത് റിലേറ്റ് ചെയ്യണവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ ആരെ ഏൽപ്പിച്ചു വെച്ച് ഇത്രയും കൊല്ലം ഞാൻ കൊണ്ടു നടന്ന് വളർത്തി, ഇനി ഞാൻ പോകുമ്പോ ആരെ ഏൽപ്പിച്ചു വെച്ച് ഞാൻ പോകുമെന്നൊരു ചിന്തയായിരുന്നു. ദൈവം എന്റെ പ്രാർത്ഥന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ എവിടെ പോകണമെന്നില്ല, ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് രാവിലെ ഏകദേശം 8 മണിക്ക് പോയിട്ട് വന്നത് 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒറ്റയ്ക്കായിരുന്നു അമ്മ. അപ്പം ആ വരവിൽ അമ്മ കുറച്ച് മൂഡ് ഓഫ് ആയിട്ടായിരിക്കണം. വൈകിപ്പോയതിന്റെ ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അമ്മ ഹാപ്പിയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞപ്പം അമ്മ കുത്തി പറയുന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ്സ്. അപ്പൊ അമ്മയ്ക്ക് ഞങ്ങള് അങ്ങോട്ട് കൊടുക്കുന്ന ഈ വീഡിയോയിൽ കമന്റ് വന്നായിരുന്നു, അമ്മ ഇതുപോലത്തെ സന്തോഷം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇനി ഇതിനൊരു കുറവുണ്ടാകരുതെന്നുള്ളതാണ്. അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തവര് ഇതിനൊരു മാറ്റം വരരുത്. അതായത് ഇനി വേറെ ഈ കല്യാണം എന്ന് പറഞ്ഞ സാധനം ഇവരുടെ ബന്ധത്തിനൊരു മാറ്റം വരരുത്. ഇനി ഇങ്ങനത്തെ ഈ ഒരു സന്തോഷം ഇനി ഇവിടെ ഉണ്ടാവില്ല. കല്യാണം ഒറ്റ ഒരെണ്ണം, ഇത് ലൈഫ് ടൈം. അതെ അതെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ല വേറെ കുത്തുവാക്കുകളൊന്നും അല്ല. ഇല്ല ഓക്കെ, അത് എല്ലാവർക്കും മനസ്സിലാവുന്നേ, ചിലവർക്കാണ് അത് മനസ്സിലാവാത്തത്. അപ്പൊ പുള്ളിക്കാരത്തി സാരി ഉടുത്ത് ശീലമില്ലാത്ത ആളാണ്. പുറത്തുനിന്ന് ഒരു ചേച്ചിനെ വിളിച്ച് വരുത്തിയിട്ടാണ് നമ്മൾ സാരിയൊക്കെ ഉടുപ്പിച്ചത്. ഉടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് അവിടെ പൊങ്ങി ഇവിടെ പൊങ്ങിയൊക്കെ ഇരുന്നേച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഓരോരുത്തർ ഓരോ അതിനു വേണ്ടിയിട്ട് ഓരോ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്തായാലും ഇതെല്ലാം നേരിടാൻ തയ്യാറായിട്ടുള്ള സജ്ജമായിരിക്കുകയാണ് ഇപ്പോ. അതെ, ഇവിടെ നമ്മള് എന്തിനേയും നേരിടും. അതാണ്. ഓക്കെ, അപ്പോ അതിര ഇനിയുള്ള യാത്രകളിൽ ഒരുമിച്ച് കൈയേർത്ത് പിടിച്ചങ്ങ് പോവല്ലേ? അപ്പൊ രണ്ടുപേരും ചേർന്ന് അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തേ, നമുക്ക് പൂരമാണ് വരുമ്പോ കൊടുക്കണ്ട്. രണ്ടുപേരും ചേർന്ന് എനിക്കില്ലടാ അച്ഛനില്ലാണ്ട് ഇവിടെ പോവാൻ.
നിനക്ക് കുറെ തന്നിട്ടുള്ളതല്ലേ ഈ എന്റെ മോക്ക് കൊടുക്കട്ടെ അല്ലേ അമ്മ? ഇതല്ലേ നമുക്ക് വേണ്ടപ്പെട്ടത്. പിന്നെ കണ്ടാ മോളായി ഇനി വേണ്ടപ്പെട്ടത്. അപ്പൊ എന്തായാലും അമ്മേ വളരെ സന്തോഷത്തോടെ ഇനി മുമ്പോട്ട് പോട്ടെ. വർഷങ്ങളോളം ഇതേപോലെ 3 പേരും ഇവിടെ സന്തോഷത്തോടെ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം തരികയാണ്. അതുപോലെ അമ്മയുടെ അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഈ സോജൻ പറഞ്ഞായിരുന്നു നിങ്ങൾ മീഡിയ വളരെ വലുതാണെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ സജ്ജീകരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂട്ടത്തിലുള്ളവരെയും കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് സോജൻ പറഞ്ഞത് നേരെയാണ്. ഈ തുച്ഛമായ രീതിയിലുള്ള സംഭാഷണം അല്ല, ഇത് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ജാങ്കോ സ്പേസ് ചെറുതല്ല. ഓക്കെ അമ്മ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഞങ്ങൾക്ക്. അതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അപ്പോ താങ്ക് യു സോ മച്ച്. സന്തോഷം. ഓക്കെ.